ഹലോ എക്സെല്ലും സി ആർ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എക്സൽ ക്രിയേറ്റ് ഫോം ക്യാൻ എഡിറ്റ് ആൻഡ് ഡിലീറ്റ് ആൻഡ് സേവ് ടു ഡാറ്റാബേസ് എക്സൽ VBA. കോളം എയിൽ മന്ത്, ബിയിൽ ഇലക്ട്രിക്, സ്റ്റീൽ, ടെലികോം, ഗ്രോസറി. നിങ്ങൾക്ക് ആദ്യം ഒരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ആഡ് ബട്ടൺ, എഡിറ്റ് ബട്ടൺ, ഡിലീറ്റ് ബട്ടൺ, സേവ് ബട്ടൺ. നമുക്ക് ആദ്യമായി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ജനുവരി 1220 ഇലക്ട്രിക്, 600 ടെലികോം, 3500 ഗ്രോസറി. ഓക്കെ, ഈ രണ്ടാം മാസം എത്രയാണ്? 1100, 900, 4500. ഓക്കെ, മാർച്ച് 1400, 1300, 6500. ഓക്കെ, ഇവിടെ 3 മാസം എൻട്രി ആയി. നമുക്ക് ഫെബ്രുവരിയിലേക്കൊന്ന് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ബട്ടൺ 1200 900 ആക്കുക. ടെലികോം ഉള്ളത് 800 ആക്കുക. 4500 6000 ആക്കുക. സബ്മിറ്റ്. ഓക്കെ, 900, 800, 6000. ഇനി മാർച്ച് ജനുവരിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ്. ഫെബ്രുവരി, മാർച്ച് നമുക്ക് സേവ് ചെയ്യാം ഡാറ്റാബേസിലേക്ക്. ഓക്കെ, ഫെബ്രുവരി, മാർച്ച് ഇതൊന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡെവലപ്പർ ടാബ്, വിഷ്വൽ ബേസിക്. ഇവിടെ യൂസർ ഫോറം 1, 2 യൂസർ ഫോറം ഉള്ളത്. ഒന്നാമത്തെ യൂസർ ഫോറം ഇതെന്താ ലേബിളാണ്. അതിനുശേഷം കമാൻഡ് ബട്ടൺ 1, 2, 3, 4. ഈ 4നും റീനെയിം ചെയ്തിട്ടുള്ളതാണ്. ADD CMD, EDT CMD, DL CMD, സേവ് CMD. അതിനുശേഷം ഇവിടെ എന്താ ഉള്ളത്? ലിസ്റ്റ് ബോക്സാണ്. ഇവിടെ ആദ്യമായി രണ്ടാമത്തെ യൂസർ ഫോറം കോംബോ ബോക്സ്, ടെക്സ്റ്റ് ബോക്സ്. ഇവിടെ 2 കമാൻഡ് ബട്ടൺ ഉണ്ട്. കമാൻഡ് ബട്ടൺ 1, കമാൻഡ് ബട്ടൺ 2. ഇത് രണ്ടും ഇതൊന്ന് റൺ ചെയ്യുക. ഇത് രണ്ടും ഇനാബിൾ ഫാൾസ് ആണല്ലോ ഇപ്പോൾ കറൻ്റ്ലി. ഇനാബിൾ ഫാൾസ്. ഇനി കമാൻഡ് ബട്ടൺ 2 ഇനാബിൾ ഫാൾസാണ്. കറൻ്റ് രണ്ടും ഇനാബിൾ ഫാൾസാണ് ഉള്ളത്. ഇനി നമുക്ക് യൂസർ ഫോറം 1ലേക്ക് വരാം. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് ലിസ്റ്റ് ബോക്സിന് ഹെഡർ തയ്യാറാക്കണം. അതിന് വേണ്ടി ഇനീഷ്യലൈസ്, അതായത് യൂസർ ഫോറം ഡബിൾ ക്ലിക്ക്. ഇവിടെ പ്രൊസീജിയർ വേണ്ടത് നമുക്ക് ഇനീഷ്യലൈസാണ്. ഡോട്ട് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ആഡ് ഐറ്റം. ആദ്യത്തെ കോളത്തിൽ എന്നാണുള്ളത്? മന്ത് നെയിമാണ്. മന്ത് നെയിം. അതിനുശേഷം ഡോട്ട് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ലിസ്റ്റ് 0,10. ഇവിടെ റോ ഇൻഡെക്സ് 1, കോളം ഇൻഡെക്സ് ഈക്വൽ ഇലക്ട്രിക്. ഇത് കോപ്പി ചെയ്യാം നമുക്ക്. 0,2 ടെലികോം. ഒന്നാമത്തെ കോളത്തിൽ ഗ്രോസറി. ഓക്കെ, ഇനി ഡോട്ട് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് സെലക്റ്റഡ് ഈക്വൽ ട്രൂ ചെയ്യണം. ഓക്കെ, മന്ത് നെയിം, ഇലക്ട്രിക്, ടെലികോം, ഗ്രോസറി. ഇവിടെ നമുക്ക് വേണ്ടത് ആഡ് ബട്ടണാണ്. ഇതിലേക്ക് ഡാറ്റ എൻട്രി ചെയ്യണമല്ലോ. ഓക്കെ, ഇനി ആഡ് ബട്ടൺ, കമാൻഡ് ബട്ടൺ ക്ലിക്ക് വിത്ത് യൂസർ ഫോറം ജെൻഡ്
അതിനുശേഷം end with dot command button 1 dot enable equal true അതിനുശേഷം ഡോട്ട് ഷോ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കമാൻഡ് ബട്ടൺ 1 ഇനാബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ യൂസർ ഫോറം 2ലേക്ക് പോവാം. നമുക്കിവിടെ ആദ്യമായിട്ട് ഇവിടെ ഉള്ളത് എന്താ? കോംബോ ബോക്സ്, ടെക്സ്റ്റ് ബോക്സ് 1 2 3, സബ്മിറ്റ് ബട്ടൺ, എഡിറ്റ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ. നമുക്ക് ആദ്യമായിട്ട് കോംബോ ബോക്സിലേക്ക് മന്തിനും ആഡ് ചെയ്യണം. അതിന് വേണ്ടി ഡബിൾ ക്ലിക്ക്, പ്രൊസീജിയർ ഇനീഷ്യലൈസ്. ഇവിടെ മീ ഡോട്ട് കോംബോ ബോക്സ് 1 ഡോട്ട് ആഡ് ഡേറ്റ്. ഇവിടെ നമുക്ക് മന്ത് നെയിം ഉപയോഗിക്കാം. മന്ത് നെയിം 1. ഓക്കെ, ചെക്ക് ചെയ്യാം. ജനുവരി, നമുക്കിവിടെ 12 മാസം വേണം. അപ്പോൾ എന്ത് ചെയ്യാൻ? നമുക്കിവിടെ ലൂപ്പ് ഉപയോഗിക്കാം. ലൂപ്പ് എങ്ങനെയാണ്? ഫോർ i ഈക്വൽ 1 to 12. അതിനുശേഷം ഈ 1ന് പകരം നമുക്കിവിടെ i കൊടുക്കാം. i. അതിനുശേഷം നെക്സ്റ്റ് വൈ. ലൂപ്പല്ല, 1 2 3 ചേഞ്ച് ആയിക്കൊണ്ട് വരും. ഇനി ചെക്ക് ചെയ്യാം. ഓക്കെ, ജനുവരി ഡിസംബർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട സബ്മിറ്റ് ബട്ടണാ. ഇവിടെ വിത്ത് യൂസർ ഫോറം 1ലേക്ക് ഡാറ്റ എൻട്രി ചെയ്യേണ്ടത്. എൻഡ് വിത്ത്. ഓക്കെ, ഡോട്ട് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ആഡ് ഐറ്റം. എന്താ? മീ ഡോട്ട് കോംബോ ബോക്സ് 1. ഒന്നാമത്തെ മന്ത് നെയിമിലേക്ക് മന്തല്ല കൊടുക്കട്ടെ. അതിനുശേഷം ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ലിസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ഡോട്ട് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് ലിസ്റ്റ് കൗണ്ട് ഡോട്ട് ലിസ്റ്റ് കൗണ്ട് -1 കോമ 1 ഒന്നാമത്തെ കോളം ഇൻഡെക്സ് 1 ഈ കിടന്താ മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1. ഓക്കെ, ഇനി ഇത് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി, കൺട്രോൾ V. രണ്ടാമത്തെ കോളത്തിൽ ടെക്സ്റ്റ് ബോക്സ് 2, അതായത് ടെലികോം ബില്ല്. മൂന്നാമത്തെ കോളത്തിൽ അതായത് ടെക്സ്റ്റ് ബോക്സ് 3 ഗ്രോസറി. അതിനുശേഷം എന്ത് ചെയ്യണം? മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 ഈക്വൽ ബ്ലാങ്ക് ചെയ്യണം. മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 2 ഈക്വൽ ബ്ലാങ്ക് ചെയ്യണം. മീ ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 3 ഈക്വൽ ബ്ലാങ്ക്. അതിനുശേഷം മീ ഡോട്ട് കോംബോ ബോക്സ് 1ലേക്ക് എന്ത് ചെയ്യണം? സെറ്റ് ഫോക്കസ് ആക്കണം, സെക്കൻഡ് എൻട്രിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മൗസ് ഉപയോഗിക്കേണ്ട. ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് റൺ അടിക്കാം. ഇതല്ല, നമുക്ക് യൂസർ ഫോറം 1 വേണ്ടത്. യൂസർ ഫോറം 1 ആഡ് ബട്ടൺ. ജനുവരി 1200 1300 3500. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ. ഇനി ഫെബ്രുവരി 1600 1100 5000. ഓക്കെ, ഇവിടെ സബ്മിറ്റ് ബട്ടണായി. ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? എഡിറ്റ് ബട്ടണാണ്. എഡിറ്റ് ബട്ടൺ. ഓക്കെ, എഡിറ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക്. വിത്ത് യൂസർ ഫോറം 2. അതിനുശേഷം എൻഡ് വിത്ത് dot combo box 1 equal me dot list box 1 dot column 0 month name. അതിനുശേഷം ഇതൊന്ന് കോപ്പി ചെയ്യാൻ നമുക്ക്. കോപ്പി, കൺട്രോൾ ടെക്സ്റ്റ് ബോക്സ് 1
dot text box 1 dot text box 2 column 2 W ടെക്സ്റ്റ് ബോക്സ് 3 എന്നോ ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യണം? ഡോട്ട് ഷോ. ഓക്കെ. അതിനുശേഷം ഡോട്ട് കമാൻഡ് ബട്ടൺ 2 ഡോട്ട് ഇനേബിൾ ട്രൂ ചെയ്യണം. കറൻ്റ്ലി അവിടെ ഫാൾസാണ് ഉള്ളത്. ഓക്കെ, ചെക്ക് ചെയ്യാം. ആഡ് ബട്ടൺ സബ്മിറ്റ്. ഓക്കെ, നമുക്കിത് ജനുവരി എഡിറ്റ് ചെയ്യാം. പിന്നെ സോറി, ട്രൂ ആക്കണം. ഓക്കെ, ആഡ് ബട്ടൺ ജനുവരി 1200 1500 1300. ഓക്കെ, ഫെബ്രുവരി 1600 1200 3600. ഓക്കെ, നമുക്ക് ജനുവരി എഡിറ്റ് ചെയ്യാം. ഓക്കെ, ജനുവരി 1200 1500 1300. ഇനി നമുക്ക് എഡിറ്റ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ചെയ്യാറുണ്ട്. യൂസർ ഫോറം 2 എഡിറ്റ് ആൻഡ് സബ്മിറ്റ്. ആദ്യമായിട്ട് വിത്ത് യൂസർ ഫോറം 1 നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. ശേഷം എൻഡ് വിത്ത് ഡോട്ട് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് കോളമൻ 0. കോളമൻ സാർ ഏത് കോളമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിലേക്കാണ് പോകുന്ന ഡാറ്റ. ഈ കെൽമി ഡോട്ട് കോംബോ ബോക്സ് 1 ഡോട്ട് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് കോളമൻ 1 ഈ കെൽമി ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1. Control C, Control കോളമൻ 2 കോളമൻ 3 ടെക്സ്റ്റ് ബോക്സ് 2 ടെക്സ്റ്റ് ബോക്സ് 3. ഓക്കെ, അതിനുശേഷം അൺലോഡ് മീ. ഓക്കെ, ചെക്ക് ചെയ്യാം. ആഡ് ബട്ടൺ ജനുവരി 1500 1200 3600. ഫെബ്രുവരി 1500 1300 6000. ഓക്കെ, ഇനി ഫെബ്രുവരിയത്തെ എല്ലാം ജനുവരിയത്തിന് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, 1500 ഉള്ളത് 1600 ആക്കാം, 1200 ഉള്ളത് 900 ആക്കാം. ഓക്കെ, 3600 4500 ആക്കാം. സബ്മിറ്റ്. കറക്റ്റ്. 1600 900 4500. ഇനി നമുക്കിവിടെ വേണ്ടത് എന്താ? ഒന്നും കൂടി ചെയ്യാം. എഡിറ്റ്. ഇവിടെ 1500 1200 1300 ഉള്ളത് 800 6000 നമുക്ക് 4500 ആക്കാം. ഓക്കെ, 1200 800 4500. ഇവിടെ ഡിലീറ്റ് ബട്ടൺ നമുക്ക് വേണ്ടത്. ഓക്കെ, ഡിലീറ്റ് ബട്ടൺ മീ ഡോട്ട് ലിസ്റ്റ് ബോക്സ് 1 ഡോട്ട് റിമൂവ് ഐറ്റം കോളം റോ ഇൻഡെക്സ് ചെയ്താ മീ ഡോട്ട് ലിസ്റ്റ് ബോക്സ് 1
ഡോട്ട് ലീസ്റ്റ് ഇൻഡെക്സ്. ഏത് ലീസ്റ്റ് ഇൻഡെക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആഡ് ബട്ടൺ. ജനുവരി 1500, 1200, 4500. ഫെബ്രുവരി 1200, 1600, 1200, 6000. ഓക്കെ, ഇനി നമുക്ക് 1500 ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ 1600 ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്യുക. പക്ഷേ ഹെഡർ ഡിലീറ്റ് ആകാൻ പാടില്ല. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഒരു ചെറിയ മാറ്റം വരുത്താനുണ്ട്. ഈഫ് മീറ്റ് ഡോട്ട് ലീസ്റ്റ് ബോക്സ് 1 ഡോട്ട് ലീസ്റ്റ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 1. ഇപ്പോൾ കറൻ്റ് ഉള്ളത് ഏതാ? ലീസ്റ്റ് ഇൻഡെക്സ്. ഹെഡർ ഉള്ളത് ലീസ്റ്റ് ഇൻഡെക്സ് 0 ഇല്ല. എൻഡ് ഈഫ്. ഇപ്പോൾ ഒന്നിലുണ്ടെങ്കിൽ മാത്രമേ ഡിലീറ്റ് ആകാൻ പാടില്ലൂ. ചെക്ക് ചെയ്യാം. ആഡ് ബട്ടൺ. 1200, 1600, 3500. ഓക്കെ, ഫെബ്രുവരി 1500, 1300, 6500. ഓക്കെ, ഇനി ടെലികോം ഡിലീറ്റ് ചെയ്യാം. ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഇനി ജനുവരി ഒന്ന് ഡിലീറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫെബ്രുവരി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് ഇല്ല. ഓക്കെ, ഇനി ഇവിടെ ബാലൻസ് ഉള്ള എന്താ? സേവ് ബട്ടണാ. സേവ്. നമുക്കിവിടെ ആദ്യമായിട്ട് ഒരു ലൂപ്പ് എടുക്കാം. ഫോർ dim c as integer for c equal 1 to റോ ഇൻഡെക്സ് 0 നമുക്ക് വേണ്ട, ഹെഡറാ. അപ്പോൾ 1 to mid dot list box 1 dot list count -1. അതിനുശേഷം ഇവിടെ എന്താ? വിത്ത് sheet 1 dot range double quote a double quote and rows dot count dot end excel. എക്സൽ ലാപ്പ്. ഇനി എൻഡ് വിത്ത് കൊടുക്കുക. ഇവിടെ ഡോട്ട് ഓഫ്സെറ്റ് 1,0 1,0 എന്നാ mid dot list box 1 equal mid dot list box 1 dot list c, 0. അതായത് റോ ഇൻഡെക്സ് കോളം ഇൻഡെക്സ് 0. ഇതിനെ കോപ്പി ചെയ്യാം നമുക്ക്. 1,1 c, 1 1,2 c, 2 1,3 c, 3. അതിനുശേഷം നെക്സ്റ്റ് സി. ഓക്കെ, ആഡ് ബട്ടൺ. ജനുവരി ഫെബ്രുവരി മാർച്ച്. ഓക്കെ, ഇത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇവിടെ ഒന്നും കൂടി ചെയ്യാനുണ്ട്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ക്ലിയർ ചെയ്യണം. അതിനുശേഷം mid dot list box 1 dot clear. ഓക്കെ,
ചെക്ക് ചെയ്യാം. ആഡ് ബട്ടൺ. ഏപ്രിൽ 1500, 1100, 1600. മെയ് 1600, 1800, 2500. ഓക്കെ, സേവ്. കറക്റ്റ്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ and സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.